പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശും നയനയും ഒരേ റൂമിലാണ് കിടക്കുന്നതെന്ന് അബി ജലജയെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജലജ വേഗം ദേവയാനിയോട് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയം ദേവയാനി വേഗം അവരുടെ നിന്ന് ഫോൺ വാങ്ങിച്ച് എനിക്കൊരു കോൾ വിളിക്കണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ച് ആദർശിനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നയന എവിടെ, അവളുണ്ടല്ലോ അടുത്ത്, ഞാനവിടെ ഇല്ലെന്ന് ഓർത്തിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവിടെ മുത്തശ്ശനും വയ്യാണ്ടായി, ഇപ്പോൾ എനിക്കും വയ്യാണ്ടായി, എല്ലാം നയന കാരണമാണ്. നിങ്ങൾ എന്തിനാണ് ഒരു റൂമിൽ കിടക്കുന്നത്? എന്നെ ധിക്കരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ കിടക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ആദർശ് അതിന് കുഴപ്പമില്ല അമ്മേ, അവൾ താഴെയാണ് കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയും, നീ അവളുടെ അടുത്തുനിന്ന് ഫോൺ കൊടുത്തേന്ന് പറഞ്ഞ് നയനെ ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയനെ അടുത്ത് പറയും, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നെ ധിക്കരിച്ചിട്ട്? അപ്പോൾ നയന പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും അനുവാദം തന്നിട്ടാണ് ഞാനിവിടെ കിടന്നത് അമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും ദേവയാനി ഉൾക്കൊള്ളുന്നേ ഇല്ലാട്ടോ. ആദ്യം മുത്തശ്ശന് നീ കാരണം വയ്യാതെയായി, നീ എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഓരോ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എനിക്കും വയ്യാണ്ടായി, എല്ലാത്തിനും നിനക്കിപ്പോൾ സമാധാനം ആയല്ലോ, നീ വേഗം റൂം മാറി കിടന്നേ, അവൻ അല്ലെങ്കിൽ ഒരു സ്വാമിയല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ നല്ല ദേഷ്യപ്പെടാണ് കേട്ടോ ദേവയാനയാണെങ്കിൽ നയനേൻ്റെ അടുത്ത്. എന്നിട്ട് പിന്നെ നയനെ ഫോൺ വെച്ചിട്ട് ഞാൻ റൂം മാറി കിടന്നോളാം അമ്മയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ ആദർശേട്ടാ ഇവിടെ കിടക്കണ്ടെന്ന്, ഇപ്പോൾ ആകെ പ്രശ്നമായില്ലേ, അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും എൻ്റെ അടുത്തായി ഇപ്പോൾ ദേഷ്യം, ഞാൻ കാരണമാണെന്ന് വിചാരിച്ചിട്ട് എന്തിനായിരുന്നു ഇതിനൊക്കെ നിന്നത്, ഞാൻ പറഞ്ഞതായിരുന്നില്ലേ ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാമെന്ന്, ഇപ്പോൾ വല്ല ആവശ്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും അസുഖം വരാൻ കാരണം ഞാനാണെന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും വയ്യായികയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചാൽ തന്നെ അമ്മയ്ക്ക് അത്രയും സന്തോഷമാണ് ആദർശേട്ടാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ആ സമയം ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയണ്ട, നീ എന്തായാലും ഇനി ആ റൂമിൽ കിടന്നോ, പക്ഷെ നിൻ്റെ ആരോഗ്യം നീ നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് ആദർശേട്ടനും നല്ലപോലെ കെയർ ചെയ്യണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ അബി ആയിരിക്കും ഇപ്പോൾ ഈ ഇവിടെ കിടന്ന കാര്യം പറഞ്ഞു കൊടുത്തത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നയന പറയാണ്, വെറുതെ എന്തിനാ അറിയാതെ പറയുന്നത്, എന്തായാലും ഞാൻ ആ റൂമിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞ് നയന വിഷമത്തോടെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആദർശും നയനയും വേറെ വേറെ റൂമിൽ വീണ്ടും കിടക്കുകയാണ്. നയന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് അത്രയും നല്ലോണം ദേഷ്യപ്പെട്ടാണല്ലോ നയനെ ശപിച്ചത് നമ്മുടെ ദേവയാനി, ആ കാര്യം ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. അതേസമയം ആദർശനാണെങ്കിൽ തീരെ ഉറക്കം വരുന്നുണ്ടാവില്ല നയനയില്ലാഞ്ഞിട്ട്. എഴുന്നേറ്റിരുന്നിട്ട് അയ്യപ്പസ്വാമിയുടെ മാല പിടിച്ചുകൊണ്ട് പറയാണ്, അയ്യപ്പസ്വാമി, ഞാൻ മല കയറുന്നത് മുത്തശ്ശൻ്റെ ആരോഗ്യം അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യം നേരെയാവാൻ വേണ്ടിയിട്ടാണ്, അതോടൊപ്പം തന്നെ നയനയെ അമ്മ സ്നേഹിച്ചും തുടങ്ങണം, എല്ലാം ശരിയാവണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും. ദേവയാനിക്കാണെങ്കിൽ വല്ലാത്ത വയറുവേദനയ്ക്കാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ജലജിയും അതുപോലെ തന്നെ ജാനകിയും അടുത്തൊരു ചെറിയ ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ ദേവയാനി ഇങ്ങനെ വയറുവേദനിച്ച് കരയുന്നത് കേൾക്കുമ്പോഴത്തേനും ജാനകി വേഗം എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വേഗം ജലജേനെയും വിളിക്കുകയാണ്. എന്നിട്ട് പിന്നെ അവർ ചോദിക്കുമ്പോൾ എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല വയറുവേദന എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയും ജലജയെടുത്ത് വേഗം നേഴ്സിനെ ഒന്ന് വിളിക്കുകയെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നേഴ്സൊക്കെ വന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്ന് എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് അവർ ജാനകിയും ജലജയും കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പോയി നോക്കുകയാണ് കേട്ടോ ദേവയാനീനെ. അപ്പോൾ അവിടെ നേഴ്സുമാർ പറയുന്നുണ്ട് സെഡേഷൻ കൊടുക്കുന്നുണ്ട് മയങ്ങാനുള്ളത്, ഇപ്പോൾ ആൾ ഉറക്കത്തിലാണ്, നല്ല പോലെ പെയിൻ ഉണ്ടായിരുന്നു, ഇതുവരെ വന്നതിലും വെച്ച് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട്, ഇനി എല്ലാം ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തല്ലോ അല്ലേ എന്നിങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട്, ആ റിപ്പോർട്ട് വന്നാലേ എല്ലാം പറയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സമയം ജലജ അബിയെ വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ദോഷവാർത്തയുണ്ട് എന്നിങ്ങനെ പറയാണ്. ഉടനെ നമ്മുടെ അബി ചോദിക്കും, എന്താണ് അമ്മയും തട്ടിപ്പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നുമല്ല, പക്ഷേ ഭയങ്കര സീരിയസ് ആണെന്നാണ് പറയുന്നത്, ഇനി എത്രത്തോളം കാലം ജീവിച്ചിരിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അവർക്ക് രണ്ടാൾക്കും മരിക്കണം എന്നാണല്ലോ, ഇവർക്ക് രണ്ടാൾക്കും, അബിക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും. എന്നിട്ടാണെങ്കിൽ ജലജ പറയുന്നുണ്ട്, അവിടെ എല്ലാവരെയും ഒന്ന് ഇവിടെ അറിയിക്കേണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ജാനകിയാണെങ്കിലും പശു നീ എല്ലാവരെയും അറിയിക്കുക, അങ്ങനെ അവരെല്ലാവരും സമാധാനമായിട്ട് അവിടെ ഉറങ്ങണ്ട, എനിക്കാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല, ഒരു കുഞ്ഞ് ബെഡാണ്, ആകെ ഒരു സൗകര്യക്കുറവാണ്, എനിക്ക് അങ്ങോട്ട് വരണം എന്നിങ്ങനെ പറയാൻ കേട്ടോ അബിയെടുത്ത്. എന്നിട്ട് അബിയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് വേഗം ആരെയും അറിയിക്കണ്ടെന്ന് പറഞ്ഞതായിരുന്നല്ലോ ജാനകി. എന്നിട്ടും അബി വേഗം അങ്ങനെ എല്ലാവരും സുഖത്തിൽ ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് വേഗം ജയനെ പോയി തട്ടി വിളിക്കുകയാണ് കേട്ടോ റൂമിൽ. എന്നിട്ട് ജയൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജയൻ പറയും, ഇനി ഇവിടെ ആരെയും നീ അറിയിക്കണ്ട, എല്ലാവരും ഉറങ്ങിക്കോട്ടെ, ഞാൻ പൊക്കോളാം എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ജയൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഭയങ്കര ഉഗ്രമായ വിഷമാണ് ഉള്ളിൽ കടന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. ലിവർ വളരെ മോശം കണ്ടീഷനിലാണ് ഇപ്പോൾ. ചിലപ്പോൾ ഇനിയിപ്പോൾ റിപ്പോർട്ടും കൂടി വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു മേജർ സർജറി തന്നെ ഒരു ആവശ്യമായിട്ട് വരും. ശേഷം ജയൻ ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ ഡോക്ടറെ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ ആവാൻ കാരണം, ഡിസ്ചാർജ് ആവാൻ വരെ നിന്നതായിരുന്നില്ലേ, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അറിയില്ല, ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്, ഇപ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്, ഭയങ്കര മോശം കണ്ടീഷനിലാണ്, ICUലാണല്ലോ. എന്തായാലും ഇവിടെ വെച്ച് ആയതുകൊണ്ട് ഓക്കെ, ഇനിയിപ്പോൾ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇവിടെ എത്തിപ്പെടാൻ ലേറ്റ് ആയാൽ വളരെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായേനെ. അപ്പോൾ മോശമാവണതിന് മുമ്പ് കണ്ടീഷൻ ഇവിടെ എത്തിയത് എന്തായാലും നന്നായി എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് തറവാടായിരിക്കും. അവിടെ നമ്മുടെ നയനയാണെങ്കിൽ ഇങ്ങനെ കോലമൊക്കെ ഇടായിരിക്കും കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും വരുന്നുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ നിൽക്കണ കാണുമ്പോൾ അഭി വേഗം വന്നിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയാണ് കേട്ടോ. ദേവയാനിയുടെ കാര്യം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവയാനിക്ക് ഇങ്ങനെ വയ്യാതെ ICUലാണെന്ന് അറിയുമ്പോൾ ആദർശും നയനും വല്ലാതെ ടെൻഷനാവാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആദർശിന് എപ്പോഴായിരുന്നു സംഭവം എന്നൊക്കെ ഇങ്ങനെ അഭയെടുത്ത് അന്വേഷിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആദർശ് പോകാനായിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, നിൽക്കുക ആദർശേട്ടാ ഞാനും വരുന്നുണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, നീ റെഡിയാവാൻ സമയമാവില്ല, ഞാൻ അപ്പോഴേക്കും പോട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, ഇല്ല എനിക്ക് റെഡിയാവാനൊന്നുമില്ല, ഞാനെല്ലാം റെഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഞാനും വരുന്നുണ്ട്, എനിക്കൊരു സമാധാനമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കാർ എടുത്തുകൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ ജയൻ്റെ അടുത്ത് ഈ സമയം നോക്കി ജാനകിയും ജലജിയും നല്ല കണക്കിന് നയനയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജയൻ അതൊന്നും പിന്നെ വിശ്വസിക്കില്ലല്ലോ, കാരണം നയനയുടെ സത്യസന്ധതയും കാര്യങ്ങളൊക്കെ നല്ല പോലെ അറിയുന്ന ആളാണ് ജയൻ. അപ്പോൾ ജയൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ കേട്ടോ, ജലജ ഓരോന്ന് കുത്തി കൊടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതൊന്നും അംഗീകരിക്കുന്നില്ല കേട്ടോ ജയൻ. എന്നിട്ട് ഇങ്ങനെ ജാനകി അടുത്താണെങ്കിലും പറയുന്നുണ്ട്, നിൻ്റെ മരുമകൾ വന്നതിന് ശേഷം നീ ആകെ മാറി ജാനകി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ജാനകി ആണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം നയനയെ നല്ലപോലെ വിശ്വസിച്ചു, അവൾ ഒരു കള്ളിയാണെന്ന് പിന്നെയല്ല ഞാൻ അറിഞ്ഞത്, അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം മാറിയത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജയൻ്റെ അടുത്ത് അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ നയനയും ആദർശം കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നതോടുകൂടി ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങനെ ആദർശും നയനയും ഹോസ്പിറ്റലിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജയൻ ഇവർ വരുന്നത് കാണുന്നുണ്ടാവും. എന്നിട്ട് ജയൻ്റെ അടുത്ത് ആദർശ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അച്ഛാ പെട്ടെന്ന്, ഇന്നലെ പോലും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഫോണിൽ ഒരുപാട് നേരം സംസാരിച്ചാണ്, എൻ്റെ അടുത്തും നയനയുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നതാണ്, എന്നെയും നയനയും ഒരുപാട് ശകാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, ഇപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റി അച്ഛാ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് നമ്മുടെ ആദർശ് ചെയ്യുന്നത്. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട്, ഞാനിതാ അപ്പോൾ ഡോക്ടറെ അടുത്ത് സംസാരിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നത് ഇപ്പോൾ വളരെ മോശം കണ്ടീഷനാണ്, എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ഒരു മേജർ സർജറി തന്നെ ആവശ്യമായി വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഒരു മേജർ സർജറി തന്നെ ആവശ്യമായി വരും എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശം ഒന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ നയനയും ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ആദർശിനെ. അപ്പോൾ ആ സമയം അവിടെ ജാനകിയും അതുപോലെ തന്നെ ജലജയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ജാനകിക്ക് നമ്മുടെ ദേവയാനിയെ ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ജലജയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മേജർ സർജറി വേണം, വളരെ സീരിയസ് കണ്ടീഷനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ അതിയായ സന്തോഷമാണ് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാണ് നമ്മുടെ ജലജയുടെ ചിന്ത കേട്ടോ. എന്നാൽ പിന്നെ കുറേ സ്വത്തും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാമല്ലോ. എന്നിട്ട് പിന്നെ നമ്മുടെ ജയനാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഡോക്ടർ ബ്ലഡ് റിപ്പോർട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ആദർശിൻ്റെ അടുത്ത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഡോക്ടർ വരുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാവരുടെ അടുത്തും കൂടിയായിട്ട് പറയുകയാണ്, ബ്ലഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതെനിക്ക് പറയുന്നതിൽ സങ്കടമുണ്ട്. ദേവയാനിയുടെ ബ്ലഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലിവറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, ഇനിയും നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ എങ്ങനെയെങ്കിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാലേ സാധിക്കുള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ദേവയാനിയുടെ ലിവറിന് ഒട്ടും തന്നെ ഒന്നിനും ഇനി അത്, കാരണം അത്രയ്ക്ക് വലിയ വിഷമാണല്ലോ അകത്ത് ചെന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന് പ്രവർത്തനം ഉണ്ടാവില്ല, അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജയനാണെങ്കിലും അതുപോലെ തന്നെ നയനയും ആദർശവും എല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഒന്ന് അന്തം വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം
പെട്ടെന്ന് ഡിസ്ചാർജൊക്കെ ആവാമെന്ന് വിചാരിച്ച് ആ ഒരു വക്കിലെത്തിയതായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നല്ലോ വയറുവേദനയൊക്കെ വന്ന് ആകെ സീനായത്. അപ്പോൾ ഇതിലെല്ലാവർക്കും നല്ല വിഷമമാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സർജറി പെട്ടെന്ന് തന്നെ വേണം, അതുപോലെ തന്നെ നല്ലൊരു തരാൻ തയ്യാറായ ഒരാളെയും കണ്ടുപിടിക്കണം. സെയിം അതും AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആളെ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുമെന്ന്. എല്ലാവരും ആകെ ടെൻഷനാവുകയാണ് ചെയ്യുന്നത്. കാരണം എത്രയും പെട്ടെന്ന് അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ദേവയാനിയുടെ ജീവൻ തിരിച്ചു കിട്ടാനും സാധിക്കുള്ളൂ. അപ്പോൾ ആദർശിൻ്റെ അടുത്താണെങ്കിലും ജയൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദേവയാനി ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയായിരിക്കും ദൈവം അങ്ങ് കൊടുത്തതായിരിക്കും, ദൈവം ഇങ്ങനെ ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ല, എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക, ഇങ്ങനെല്ലാം പറഞ്ഞ് നമ്മുടെ ജയനാണെങ്കിൽ ആകെ കരഞ്ഞ് വളരെ നിരാശനായി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും ആദർശാണെങ്കിലും നല്ലപോലെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ അതിയായ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ഇനി എല്ലാം പെട്ടെന്ന് തീരുമാനം ആയിക്കോളും, എത്രയും പെട്ടെന്ന് ഏടത്തി അങ്ങ് കെട്ടിയെടുത്തോളും, എന്നിട്ട് വേണം എനിക്ക് അവിടെ കിടന്ന് വിലസാൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേ സമയം ജാനകിക്കാണെങ്കിൽ വളരെ സങ്കടമാണ് ചെയ്യുന്നത്. എന്നിട്ടിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര എല്ലാം ശരിയാവണേ, ഏടത്തി പഴയ പോലെ ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ച് തരണേ ദൈവമേ, എല്ലാം ശരിയാവണേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ആകെ വിഷമത്തിൽ ഇരിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, എൻ്റെ ബ്ലഡ് AB നെഗറ്റീവാണ്, അപ്പോൾ എനിക്ക് അമ്മയെ സഹായിക്കാൻ പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരോടും ആയിട്ട് അവിടെ ആദർശം നിൽക്കുന്നുണ്ടാവും, ജയനും അതുപോലെ തന്നെ ജലജയും ജാനകിയെല്ലാം നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവരോട് തന്നെ നമ്മുടെ നയന പറയുകയാണ്, അച്ഛൻ്റെ അടുത്തും ആദർശിൻ്റെ അടുത്തായിട്ടാണ് പറയുന്നത് കേട്ടോ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് അല്ലേ, അപ്പോൾ എൻ്റെ ബ്ലഡ് അന്ന് അമ്മയ്ക്ക് പറ്റിയതുകൊണ്ട് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് സാമ്യമുള്ള ആൾ തന്നെ വേണ്ടേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ, അപ്പോൾ എൻ്റെ ലിവറിൻ്റെ ഒരു ഭാഗം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലേ അച്ഛ ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ അവരോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ജയനാണെങ്കിലും ആദർശാണെങ്കിലും അന്തം വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം അങ്ങനെ ഒരു പെട്ടെന്നൊരു കാര്യം ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ കാര്യമല്ലല്ലോ. ഒന്നാമത് നയന ആകെ വീക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും തന്നെ ആലോചിക്കാണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ജയനും ആദർശം ആകെ ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, എന്താ നീ പറയുന്നത്, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ റിസ്ക്കൊക്കെ ആയിരിക്കും, നിൻ്റെ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ നീ ആകെ ടയേർഡല്ലേ, അപ്പോൾ നിനക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുക, ഒരു ഉറപ്പുമില്ല, നമ്മൾ ഒരു റിസ്കിന് നിൽക്കേണ്ട നയന എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ഭയങ്കര വാശി, ഇല്ല ഒരു കുഴപ്പമില്ല ഏട്ടാ, അമ്മയുടെ ജീവൻ രക്ഷിക്കാമെങ്കിൽ ഞാനത് കൊടുക്കാൻ തയ്യാറാണ്, എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല ആദർശേട്ടാ, നമുക്ക് എന്തായാലും വാ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി സംസാരിക്കുക ആദർശേട്ടാ എന്ന് പറഞ്ഞ് ആദർശും നയനയും ഡോക്ടറുടെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിലും ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, എനിക്ക് കൊടുക്കാൻ തയ്യാറാണ് ഡോക്ടറെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട്, അപ്പോൾ മോളുടെ കണ്ടീഷൻ ഇപ്പോൾ ഇയാളുടെ കണ്ടീഷൻ ഇപ്പോൾ ആകെ മോശമല്ലേ, അന്ന് ബ്ലഡ് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നില്ലേ, അതിനുശേഷമല്ലേ BP ഒക്കെ ഡൗൺ ആയിട്ട് ആകെ ഇയാൾക്ക് പ്രശ്നമായത്, ഇയാളുടെ ഹെൽത്ത് വളരെ വീക്കാണ്, അപ്പോൾ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇയാൾക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ പെട്ടെന്നൊന്നും ഒരാളെ കിട്ടുകയെന്ന് വെച്ചാൽ കൊടുക്കാൻ തയ്യാറായിട്ട് ആരെയും തന്നെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ ഡോക്ടറെ, അതും AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആളെ തന്നെ വേണ്ടേ, അപ്പോൾ എൻ്റെ ആണെങ്കിൽ ബ്ലഡ് ആണെങ്കിലും സെയിം ആണ്, അപ്പോൾ അമ്മയുടെ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, എനിക്കിപ്പോൾ അങ്ങനെ കൊടുത്തു എന്ന് വെച്ച് എൻ്റെ ഒരു ഭാഗം ലിവറിൻ്റെ ഒരു ഭാഗം കൊടുത്തു എന്ന് വെച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഡോക്ടറെ, ഞാൻ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിക്കോളാം, പ്ലീസ് ഡോക്ടറെ ഒന്ന് സമ്മതിക്കണം ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, വേണ്ട നയനെ, ഒരു റിസ്കിന് നിൽക്കണ്ട, നീ ആകെ വീക്കല്ലേ നയന, വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം, വെറുതെ നീ റിസ്കിന് നിൽക്കണ്ട, നിൻ്റെ ആരോഗ്യം വളരെ മോശമല്ലേ, അന്ന് തന്നെ കണ്ടില്ലേ വയ്യാതൊക്കെ ആയിട്ട് അത്രയും കിടന്ന്, ഇപ്പം നീ ഒന്ന് ഓക്കെ ആയി വരുന്നതേ അല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് നയന ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നയനയ്ക്കാണെങ്കിൽ കൊടുത്തേ മതിയാകൂ എന്ന് വളരെ വാശി
വാശിയിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും അമ്മയുടെ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റണം എന്ന് മാത്രമാണ് നമ്മുടെ നയനയുടെ ആഗ്രഹം. അപ്പോൾ ഡോക്ടർ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ബോഡി വീക്കാണെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട്, അപ്പോൾ അതിന് ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം നിങ്ങളുടെ ബോഡി ഓൾറെഡി വീക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ അത് ബാധിക്കും. അപ്പോൾ ഇയാൾ ചിലപ്പോൾ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തരേണ്ടി വരും, എനിക്ക് കൊടുക്കാൻ തയ്യാറാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഹോസ്പിറ്റൽ അത് ഉത്തരവാദിയല്ല എന്നുള്ള ഒരു ലെറ്ററിൽ ഒപ്പിടേണ്ടി വരും ആ ഒരു ഡോക്യുമെൻറ്റിൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നയനയാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കതിന് തയ്യാറാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നയന കൊടുക്കുന്ന ആ ഒരു വാക്കിൽ അവസാനം ഓക്കെ പറയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട്, ഇന്ന് കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണം, ഇയാൾ നല്ലപോലെ ആഹാരമൊക്കെ കഴിക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടർ എല്ലാം സൈനിട്ട് വാങ്ങുകയാണ് നമ്മുടെ നയനേൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ എല്ലാവരും അറിയാണ് ചെയ്യുന്നത് കേട്ടോ, നയന ഇത് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ നയന ഇങ്ങനെ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത് അറിയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വളരെ ഒന്ന് ഷോക്കാവാണ് ചെയ്യുന്നത്. മുത്തശ്ശിയാണെങ്കിലും ആകെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ. കാരണം ദേവയാനിക്ക് ഇത്രയ്ക്കും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുന്ന ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് നയന തന്നെ ഇറങ്ങി എന്ന് അറിയുമ്പോൾ അവർക്ക് വളരെ സങ്കടമൊക്കെ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം നയന ആകെ വീക്കായിരുന്ന ഒരു കുട്ടിയാണ്. കാരണം ദേവയാനി അങ്ങനെയായിരുന്നു നയനയെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും അവൾ ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാവുക പറയുമ്പോൾ എത്ര നന്മയുള്ള കുട്ടിയായിരിക്കും അവൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ നയനയുടെ ആ ഒരു നന്മ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നയനയാണെങ്കിലും ആദർശാണെങ്കിലും പിന്നീട് പോകുന്നത് അമ്പലത്തിലേക്കായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിന് നിൽക്കുകയാണ്, അമ്മ ശരിയാവണം, അതുപോലെ തന്നെ നയനയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതേസമയം നയനയാണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, ഈശ്വര അമ്മ എങ്ങനെയെങ്കിലും ശരിയാവണേ, എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, അമ്മയ്ക്ക് ഒരു ആപത്തും വരുത്തരുതേ, അമ്മയ്ക്കെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവണേ എന്നിങ്ങനെയായിരിക്കും നമ്മുടെ നയന പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അങ്ങനെ രണ്ടാളും പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നമ്മുടെ നയനയുടെ അമ്മയും അച്ഛനും എല്ലാവരും എത്തുന്നുണ്ട്. അതുപോലെ തന്നെ തറവാട്ടിൽ നിന്നും എല്ലാവരും എത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെയുള്ള എല്ലാവരും കാര്യം അറിഞ്ഞ് ഓടി എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറാണെങ്കിലും റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നുണ്ട്, എന്താണ് നയന ഓക്കെ അല്ലേ, ഞാൻ പറഞ്ഞൊന്നും മറക്കരുത്, ഇയാളുടെ കണ്ടീഷൻ വെച്ച് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, നിങ്ങളുടെ താല്പര്യപ്രകാരം തന്നെ ഞങ്ങളത് ചെയ്യാൻ റെഡി ആവാണ്, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സർജറിക്ക് റെഡി ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ആദർശും നയനയും വളരെ സങ്കടത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ ഇങ്ങനെ സങ്കടം പറഞ്ഞത് കേൾക്കുമ്പോൾ നയനയാണെങ്കിൽ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ശരിയാവും, അമ്മയും ശരിയാവും, ഞാനും ശരിയാവും, എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല ആദർശേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ എല്ലാം റെഡിയാവും, അമ്മ ഓക്കെ ആവുമെന്നേ, പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ നയന ചെയ്യുന്നത് കേട്ടോ. അതുപോലെ അവിടെ നയനയുടെ അമ്മയും അച്ഛനും എല്ലാവരും എത്തുന്നുണ്ടായിരിക്കും. എല്ലാവരോടും സംസാരിക്കുകയാണ് കേട്ടോ, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ധൈര്യമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയെ സർജറിക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ദേവയാനിയെയും സർജറിക്ക് വേണ്ടി കയറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പുറത്ത് ടെൻഷനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ICU റൂമിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിഗ്നലൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും റെഡ് കളറിൽ. ശേഷം ഗ്രീൻ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സർജറി കഴിയാണ് ചെയ്യുന്നത്. ഡോക്ടർ പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ രണ്ടാൾക്കും. അപ്പോൾ ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട്, ദേവയാനിക്ക് ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം സക്സസ് ആയി തന്നെ നടന്നു സർജറിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ദേവയാനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ ദേവയാനി കണ്ണ് തുറക്കുന്നതായിരിക്കും. നയന സെഡേഷനിലാണ്, കുറച്ച് സമയം എടുക്കും കണ്ണ് തുറക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സർജറി ഓക്കെ ആയി എന്നുള്ള രീതിക്ക് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുമായിരിക്കും ചെയ്യുന്നത്. ജലജയ്ക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കുന്നില്ല കേട്ടോ. അബി ഇങ്ങനെ നോക്കുന്നുണ്ട്, നടന്നു എല്ലാം ഓക്കെ ആയി എന്നുള്ള രീതിക്ക് ഇങ്ങനെ ജലജ അബിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറയും, ദേവയാനി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, കണ്ണ് തുറന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ദേവയാനി കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നയനയോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നേരം കൂടി ആവുമായിരിക്കും, ഇതുവരെ പേഷ്യൻറ്റ് കണ്ണ് തുറന്നിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ദേവയാനിനെ ഇപ്പോൾ കാണാൻ പറ്റുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, കുറച്ച് നേരം എന്തായാലും സമയം എടുത്തിട്ട് കാണാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അങ്ങനെ ഡോക്ടർ വീണ്ടും അകത്തേക്ക് ചെല്ലാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ നന്ദു ആണെങ്കിലും അമ്മയും അതുപോലെ തന്നെ ആദർശം അനിയും ഇങ്ങനെ പുറത്ത് നിൽക്കുമായിരിക്കും കേട്ടോ, ICUവിൻ്റെ പുറത്ത്. അപ്പം നന്ദു ആണെങ്കിൽ ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഇതുവരെ ആരും ഒന്നും പറയുന്നില്ലല്ലോ, ഇപ്പോഴാണെങ്കിൽ ഒരുപാട് നേരെ ഈ സർജറി കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കാര്യം ഇവരാരും ഒന്നും പറയുന്നില്ലല്ലോ, ചേച്ചി ഇനി നമുക്ക് എപ്പോഴാണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കുക, ചേച്ചി എപ്പോഴാണ് കണ്ണ് തുറക്കുക എന്നൊക്കെ പറഞ്ഞ് നന്ദു ആകെ സങ്കടമാവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആകെ സങ്കടമാവാണ് ചെയ്യുന്നത്, സങ്കടത്തോടെ അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് മാറി നിന്ന് ആകെ ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത്. ഈശ്വര, എന്താണ് നയനയുടെ കാര്യം മാത്രം ഓക്കെ ആവാത്തത്, അമ്മ ഓക്കെ ആയി പക്ഷെ നയന കൂടി ഓക്കെ ആവണല്ലോ, എന്താണ് ഒന്നും പറയാത്തത്, ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ആകെ എല്ലാവരും പരക്കം പയ്യായിരിക്കും, ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും നയനയുടെ ആ ഒരു ICU റൂമിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നയനയ്ക്ക് അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുകയാണ് ചെയ്യുന്നത്, കണ്ണു തുറക്കുന്നില്ല, പൾസില്ല, ശ്വാസം പോലും ഇല്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഡോക്ടർമാരിങ്ങനെ പുഷ് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട്, ഒന്നും നടക്കുന്നില്ല. നമ്മുടെ നയന ശ്വാസം പോലും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അവസാനം ഡോക്ടർ നിരാശയോടെ ഇങ്ങനെ അവിടുന്ന് ഇറങ്ങി വന്ന് പറയാണ് കേട്ടോ, നയന മരിച്ചു, സോറി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നയന മരിച്ചു എന്നുള്ള ഒരു ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാവാണ് ചെയ്തത്. നയന മരിക്കും എന്നുള്ളത് ആരും വിചാരിക്കുന്ന കാര്യമേ അല്ല അല്ലേ. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അവിടുന്ന് ആദർശാണെങ്കിൽ ആകെ കൺട്രോൾ പോയി ഇരുന്ന് കരയാണ് കേട്ടോ. നമ്മുടെ നന്ദുവും അമ്മയും എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും ആ സമയം അവിടെ ഉണ്ടാവും. എല്ലാവരും ആകെ നിരാശയാവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഷോക്കായി തന്നെ നിൽക്കുകയാണ് കേട്ടോ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ. പക്ഷേ അബിയും അതുപോലെ തന്നെ ജലജയാണെങ്കിൽ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടിങ്ങനെ അബി ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൗ സമാധാനം, അങ്ങനെയെങ്കിലും അത് പോയി കിട്ടിയല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. നവ്യവും ഉണ്ടാവും അവിടെ. അപ്പോൾ എല്ലാവരും നല്ല സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ആദർശ് വേഗം പോവുകയാണ് ചെയ്യുന്നത്, നയനേൻ്റെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ പിടിച്ച് കരയുന്നുണ്ട്, നിനക്ക് അങ്ങനെ പോകാൻ സാധിക്കില്ല നയന, എന്നെ വിട്ട് അങ്ങനെ പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചുറ്റിനും ഉണ്ടാവും നയനയുടെ. എല്ലാവരും ഇങ്ങനെ കണ്ണീരുമായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും കേട്ടോ. ആദർശാണെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയും, കണ്ണ് തുറക്കും, നയന പ്ലീസ് എന്നെ വിട്ട് പോവല്ലേ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടമാവാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയന പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നയനയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നയന കണ്ണ് തുറന്നത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. ആദർശാണെങ്കിൽ അത് കാണുമ്പോൾ അതിയായ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നയന കണ്ണ് തുറന്നു എന്ന് അറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഡോക്ടർമാരൊക്കെ പെട്ടെന്ന് തന്നെ വീണ്ടും ICUവിലേക്ക് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നയന വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് അടുത്ത വിശേഷങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.